ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ സിനിമ പോലത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഞാനൊക്കെ ഒരു DSLR കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ് സത്യം പറഞ്ഞു. നമുക്ക് പറയാനുള്ള ആശയവും നമുക്ക് പറയാനുള്ള അവതരണ രീതി, നമ്മളെങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അത് ഓഡിയൻസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. എന്ന് പറയുന്നത് മറ്റൊരു ബുദ്ധിയാണത്. അത് നമുക്കൊരു ഒരു അസിസ്റ്റിംഗ് ബ്രെയിനാണ്. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾ അയാൾ ക്രിയേറ്റീവായേ പറ്റത്തുള്ളൂ. ഏറ്റവും നല്ലൊരു ഒരു പെപ്സിയുടെ ക്യാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ക്യാൻ കയ്യിൽ കറക്റ്റായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുക. ബേബീസ് ഷൂട്ടിനൊക്കെ മുന്നേ ബേബീസ് ഉള്ള വീട്ടിലൊക്കെ പോയിട്ട് ഇരിക്കുമായിരുന്നു 4-5 മണിക്കൂർ. ഹായ് നമസ്കാരം, ഞാൻ ശ്രേയസ് ശ്യാം. ഇന്നിൻ്റെ ഇവിടെ ജോയിൻ ആയിരിക്കുന്നത് ഗോകുൽ എസ് പിള്ളയാണ്. അദ്ദേഹം ഒരു ആഡ് ഫിലിം മേക്കറും റൈറ്ററുമാണ്. സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന AI ഫിലിം മേക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. വെൽക്കം ഗോകുലേട്ട. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഈ ഇൻ്റർവ്യൂ എടുക്കാൻ ചാൻസ് തന്നെ താങ്ക് യു. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇതുവരെയുള്ള ജേർണി സോഫാർ, ലൈക്ക് അത് എങ്ങനെയുണ്ട് ആ ജേർണി? ലൈക്ക് ഇപ്പോൾ ഒരു ഒത്തിരി ആഡ് ഫിലിം മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് AI ഫിലിം മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത് വന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും ബെന്യാമിൻ സാറിൻ്റെയൊക്കെ കൂടെ ഒരേ പാനലിൽ ഇരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നിങ്ങളെപ്പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ മാസ്കോം മീഡിയ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു BTech ഗ്രാജുവേറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ BTech റിലേറ്റഡ് ജോലിക്കൊന്നും പോകാതിരുന്നതിൻ്റെയും പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജ് പകുതി വഴിക്ക് നിർത്തി പോകുന്നതിൻ്റെ എല്ലാം പ്രഷറുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഓടിയെത്തി. അതുകൊണ്ട് തന്നെ നല്ല നമ്മളെ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്നതായതുകൊണ്ടുള്ള ഓരോന്ന് നടക്കുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ, പാഷൻ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗ്രാഫാണ് ഈ പറഞ്ഞ പോലെ കയറി ഇറങ്ങി. പിന്നെ എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീം മൊത്തത്തിൽ അങ്ങനെ ചെറുപ്പം തൊട്ടേ ഉള്ള ഷോർട്ട് ഫിലിമൊക്കെ പിടിച്ച് നടന്നിട്ടുള്ള ഫ്രണ്ട്സ് ഗ്യാങ്ങാണ്. അപ്പം അവരെല്ലാവരും അങ്ങനെ തന്നെ കട്ടക്കൊക്കെ നിന്നത് കൊണ്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയത്. അപ്പം വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതെപ്പോഴും ഒരു ലൈക്ക് ഈ പറയുന്ന ഹൈ ആൻഡ് ലോ ഉണ്ടാവുന്ന ഒരു ജോബ് കൂടിയാണ് മീഡിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഈ പറയുന്ന പോലെ പ്രഷർ? അങ്ങനെ വലിയ പ്രശ്നം എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പ്രഷർ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഓഫ് കോഴ്സ്. പക്ഷേ അത് നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലൊന്നും എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. ഇപ്പോൾ AI ഫിലിം മേക്കിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം മുമ്പ് ദിനോമുക്ക് എന്ന് പറഞ്ഞ AI ഫിലിം, അത് ഭയങ്കര ഫേമസ് ആയിരുന്നത്. അതിനുശേഷം ആണെന്ന് തോന്നുന്നു എനിക്ക് ഒത്തിരി AI ആഡ് ഫിലിംസിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ഈ ഒരു വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ അന്ന് ഈ AI വീഡിയോ മേക്കിംഗ് അത് ജനറൽ പബ്ലിക്കിന് അത്ര ഇല്ലായിരുന്നു, അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് AI വളരെ പെട്ടെന്നാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സീഡൻസ് 2 വരെ 2 ദിവസം മുമ്പ് ഇന്ത്യയിൽ അവൈലബിൾ ആയി. അപ്പോൾ ഇപ്പോൾ ഈ ജനറൽ പബ്ലിക്കിനും കൂടെ ഈ നിങ്ങൾ യൂസ് ചെയ്യുന്ന അതേ ടെക്നോളജി കയ്യിലുള്ളപ്പോൾ അതിൽ ആ ഡിഫറൻസ് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ ഡിഫറൻസ് എങ്ങനെയാണ്? അത് നമ്മൾ പണ്ട് സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്ന അതേ കാര്യം പറഞ്ഞ പോലെയാണ്. എല്ലാവരുടെയും കയ്യിലെല്ലാം എല്ലാ കാലത്തും അല്ല, ഇന്നൊരു ഡിജിറ്റൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ, അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ ക്യാമറകൾ വരുന്നത് വരെയും ഇത് കുറേയും കൂടെ ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നില്ല. പിന്നീട് ഐഫോണിൻ്റെ ക്യാമറയിൽ പിടിച്ച സിനിമകളുണ്ട്, അല്ലെങ്കിൽ വെബ് സീരീസുകളുണ്ട്, പരസ്യങ്ങളുണ്ട്. അപ്പം ടെക്നോളജി ആൾക്കാർക്ക് പണ്ടേ. പിന്നെ ഈ അഡോബിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മൊബൈലിൽ ക്യാപ് കട്ട് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ പറഞ്ഞ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ സിനിമ പോലത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പം ടെക്നോളജി എല്ലാ കാലത്തും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. ഫിലിമിൽ നിന്ന് ഡിജിറ്റലി വന്നു, ഇതിനിടയ്ക്ക് VFX വന്നു,
പല റേഷ്യോകൾ വന്നു, പല രീതിയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡുകൾ വന്നു, പല രീതിയിലുള്ള ക്യാമറകൾ വന്നു, DSLR വന്നു. അപ്പം ഞാനൊക്കെ ഒരു DSLR കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ് സത്യം പറഞ്ഞത്. DSLR ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഷോർട്ട് ഫിലിം എറയിലൊക്കെയാണ് നമ്മളൊക്കെ, അതിൻ്റെയൊക്കെ ലാസ്റ്റ് ബാച്ചാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലേക്കും ആക്സസ് ആകുന്നു എന്നുള്ളത് അതെല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. ഒരു ടെക്നോളജി ഉണ്ടായാൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ടെക്നോളജി ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ. കുറച്ച് പേർക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ ടെക്നോളജി ഉണ്ടാക്കുന്നതിന് മുതലാവില്ലല്ലോ. അപ്പം അതെല്ലാവരിലേക്കും എപ്പോഴാണെങ്കിലും എത്തും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മളൊരിക്കലും ഈ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരല്ലല്ലോ. നമുക്ക് കഥ പറയാൻ, അല്ലെങ്കിൽ നമ്മളൊരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലർ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ള കഥകളല്ല, നമുക്ക് പറയാനുള്ള ആശയങ്ങൾ, നമുക്ക് പറയാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിപ്പോൾ AI വന്നപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ ചെയ്യാനായിട്ടും പരിപാടികൾക്കും. അപ്പം എല്ലാവരിലേക്കും ആക്സസ് ആവുന്ന അടിപൊളിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ പണ്ട് ആൾക്കാർക്ക് ഇത്രയും എക്യുപ്മെൻ്റ് അല്ലെ ഇത്ര രൂപ മുടക്കി ഒരു പരിപാടി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ബാൻഡ് വിഡ്ത്ത് തന്നെ മാറി. നമുക്കിപ്പം അങ്ങനെ ടെൻഷനില്ല. ഇങ്ങനൊരു സാധനം ഒരു ഡിനോസർ കവലെ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനിപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ എളുപ്പമായി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നില്ല ഇപ്പം ദിനോസറിൻ്റെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എയർലി മൂവർ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ആദ്യം അങ്ങനെ ആരും എന്താണ് എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞാൻ മനസ്സിലാക്കുന്നത് ദിനോസറിൻ്റെ വീഡിയോ AI കൊണ്ട് ചെയ്തത് കൊണ്ട് മാത്രം ഹിറ്റായതല്ല, ആ ആശയത്തിനൊരു വാല്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വർക്കായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ആശയവും നമുക്ക് പറയാനുള്ള അവതരണ രീതി, നമ്മളെങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അത് ഓഡിയൻസിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അപ്പം അതും ടെക്നോളജി ആൾക്കാരിലേക്ക് എത്തുന്നതും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്തുന്നത് നല്ലതല്ലേ? അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിൽ അവർക്കെല്ലാം പറയാം. അത്ര ഇപ്പോൾ ഈ പ്രൊഡക്ഷനിൽ കുറച്ചുകൂടെ ഈസി ആക്കുമെന്ന് പറഞ്ഞു AI. എല്ലാവരും പറയുന്നൊരു AI ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ നമുക്ക് എന്താ ആശയം ഉണ്ടെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിൽ ഇപ്പോൾ ചേട്ടനൊരു വളരെ കാലം ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ട്രഡീഷണൽ ഫിലിം മേക്കിംഗ് നിന്നും പിന്നീട് ഈ ആഡ് ഫിലിമിലോട്ട് വരുമ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ ക്രിയേറ്റീവ് പ്രോസസ്സിലുണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണ്? മറ്റേത് ഓടി നടന്ന് ചെയ്യായിരുന്നു, ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചെയ്യണം. അതൊരു മേജർ വ്യത്യാസമാണ്. അല്ലാതെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ കുറച്ചുകൂടെ, അതായത് നമ്മുടെ കൂടെ വേറൊരു ക്രിയേറ്ററോട് ഉള്ളതുപോലെയാണ് ഇത് ശരിക്കും. AI എന്ന് പറയുന്നത് മറ്റൊരു ബുദ്ധിയാണത്. അത് നമുക്ക് ഒരു അസിസ്റ്റിംഗ് ബ്രെയിനാണത് സത്യം പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും അതിന് ആ ഒരു ബുദ്ധിവികാസം ഇല്ലെങ്കിൽ പോലും കുറേ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നതിലും ബെറ്റർ ഒരു ഔട്ട്പുട്ട് തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇമാജിൻ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് എടുക്കണം, നമ്മൾ രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ഒരു 9 ആംഗിളിൽ നിന്നുള്ള സംഭവം ചെയ്യണം. നമ്മൾ 9 ക്യാമറകൾ വെക്കണം, അല്ലെങ്കിൽ 2 ക്യാമറ ഉണ്ടെങ്കിൽ 2 ക്യാമറകളെ ഈ പറഞ്ഞ പോലെ ഇത്ര റൗണ്ട് 9 ടേക്ക് എടുക്കാൻ എത്ര റൗണ്ട് പോകണം. AI ഒരു ഷോട്ട് കാണിച്ച് അതിൻ്റെ 9 ഡിഫറെൻറ്റ് ആംഗിൾ തരാൻ പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുകയും അതിൽ കൊള്ളാവുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് അനുയോജ്യമായ ഷോട്ട് മാത്രം നമുക്ക് പിക്ക് ചെയ്താലും മതിയാവും. അതുപോലല്ല മറ്റേത് എല്ലാ തവണ നമ്മൾ വെച്ച് നോക്കി ഷൂട്ട് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു ടൈം കൺസംഷനാണത്. അപ്പോൾ ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ്. നമ്മളിത് നേരത്തെ തന്നെ നമുക്കിത് ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം, നമുക്ക് വേണമെങ്കിൽ അറിയാം ഇതായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഈ ഷോട്ടിൻ്റെ ഇമ്പാക്റ്റ് ഇതായിരിക്കും. മോക്ക് ഷോട്ടുകൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ രീതിയിൽ AI വർക്ക് ഫ്ലോയെ ഒന്നുകൂടെ എന്താ പറയുക, നമുക്ക് മണി ആൻഡ് ടൈം മാനേജ്മെൻറ്റിന് ഒരു ഷൂട്ട് ഒരു ലൈവ് ആക്ഷൻ സെറ്റിൽ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഷൂട്ടുകളിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റീവ് പ്രോസസ്സിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു
ഇപ്പോൾ ഒരു ക്യാമറ ഡീൽ ചെയ്യുന്നത് പോലല്ലല്ലോ നമ്മൾ എ ഡീൽ ചെയ്യുന്നത്. നമ്മൾ എയുടെ ഒരു ആവശ്യം പറയുകയും ആ ആവശ്യത്തിന് അതിന് റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഈ എ ഐ തരുന്നതിനനുസരിച്ച് കുറച്ച് ഇംപ്രവൈസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യും. നമ്മളൊരു ലോക്ക്ഡ് സ്ക്രിപ്റ്റിനപ്പുറം എയും കൂടെ തരുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റിനെ ഇംപ്രവൈസ് ചെയ്ത് പരിപാടികൾ ചെയ്യലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വേണ്ടി വരുന്നു. ഇൻഡീഡ് ക്രിയേറ്റീവ് പ്രോസസ്സ് എനിക്ക് തോന്നുന്നു അതെന്നും ക്രിയേറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. അതിനകത്തൊന്നും ഇത് ഹ്യൂമൻ ഡ്രിവണായിട്ട് നടക്കുമ്പോഴേ അതിൻ്റെതായ ഒരു ഭംഗിയുള്ളൂ. അല്ലെങ്കിൽ അതെന്നും ഒരു സിന്തറ്റിക് പ്രോഡക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഓരോ കാലത്തും ഓരോ ഇപ്പം ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തിരുന്ന എഫേർട്ട് കുറഞ്ഞു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ. ആ എഫേർട്ട് വീണ്ടും കുറയുന്നു ആസ് ഇൻ ടെക്നോളജി വൈസ്, ടൂൾ വൈസ് നമുക്ക് കുറയും. പക്ഷെ മനുഷ്യൻ്റെ ബുദ്ധി അങ്ങനെ തന്നെ, ചിന്തകൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ കുറച്ചൊരു ഇരിക്കുമെന്ന് പറഞ്ഞു ടേബിളിൽ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് എത്ര പേര് കാണും? ഇപ്പോൾ ഒരു 1 minute അഡ്വർടൈസിങ് വീഡിയോ അത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോജക്റ്റ് ആണ്. ടൈം ലൈൻ ഒക്കെ പോലെ ഇരിക്കും. ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മൾ 3-4 പേരൊക്കെ മാത്രം ഇരുന്ന് ചെയ്ത് തീർക്കാറുണ്ട്. 3-4 പേര് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൺസിസ്റ്റൻസി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ടെക്നിക്കലി പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു GPT-യിൽ നിന്നായിരിക്കും, ഒരു LLM നിന്നായിരിക്കും. അപ്പോൾ ആ LLM ബേസിക്കലി ട്രെയിൻഡ് ആയിരിക്കും. ഇന്ന പരസ്യമാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെയിൻ കീ തിങ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കും എല്ലാവരും റൺ ചെയ്യുന്നത്. അവനവന് വേണ്ട ഷോട്ടിൻ്റെ സ്ട്രക്ചർ മാത്രം മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവൻ ഓരോരുത്തർ ജനറേറ്റ് ചെയ്യുന്ന ഷോട്ടിന് വേണ്ട ന്യൂയാൻസുകൾ മാത്രം മാറ്റിക്കൊണ്ട് ഈ പരസ്യത്തിൻ്റെ എക്സാക്ട് ട്രീറ്റ്മെൻറ്റും ഫ്രെയിംവർക്കും ഉള്ള പ്രോംപ്റ്റുകളിലായിരിക്കും എല്ലാവരും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോജക്റ്റാണ്. ഇപ്പം പരസ്യമൊക്കെ വരുമ്പോൾ നമ്മളിപ്പം മോസ്റ്റ്ലി നമ്മുടെ DOPമാർ, നമ്മുടെ കൂടെ ലൈവിലുണ്ടായിരുന്ന DOPമാർ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരുന്ന ആർട്ട് ഡയറക്ടർ, അവരൊക്കെ തന്നെ വന്നിരുന്നാണ് ഇതൊന്ന് ഫൈനലി ചെയ്യുന്നത്. അവർ നോക്കിയിട്ട് അതിൻ്റെ ഈസ്തറ്റിക് വാല്യൂ പക്കയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പേരിയ്ക്കുന്നു എന്നുള്ള ചോദ്യം, നമ്മളിപ്പോൾ ഒരു പരസ്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ 50 പേര് 60 പേരുടെ സെറ്റിൽ HODമാർ തന്നെ കാണുമല്ലോ, ഒരു 10 പേര് 12 പേരെങ്കിലും കാണും. അത്രയും പേരൊക്കെ തന്നെ മോസ്റ്റ്ലി ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ഇപ്പോൾ ഒരു കോണ്ടന്റ് സോണിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ഡയറക്ടറും ബാക്കി ജേർണലിസ്റ്റുമാരും കൂടെ ഒക്കെ ഇരുന്നിട്ട് എല്ലാം കൂടെ ചെയ്ത് തീർക്കാറുണ്ട്. പ്രൊജക്ട് സൈസ് അനുസരിച്ചാണ് എത്ര പേരുണ്ടാവും എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ അടക്കം വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇമോഷൻസ് ആണല്ലേ, ഇമോഷൻസും കൾച്ചറും ആണ്. പക്ഷേ ഒരു AI ജനറേറ്റഡ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഓഡിയൻസ് കാണുന്ന അതിൽ ആ ക്രിയേറ്റിവിറ്റിയാണ്, ഡയറക്ടറിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ AI കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ഷോർട്സ് ഒരു AI വീഡിയോ വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഇമോഷണലും കൾച്ചറലും പിന്നെ ഈ ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും? കാരണം ഓഡിയൻസിന് ആ ഇമോഷണൽ ആസ്പെക്റ്റ് കൂടെ കിട്ടണം, ക്രിയേറ്റിവിറ്റി മാത്രമായിരിക്കരുത് ഫോക്കസ്. അപ്പം അതെങ്ങനെ ബാലൻസ് ചെയ്യും? അല്ല, ക്രിയേറ്റിവിറ്റി നമ്മൾ പലപ്പോഴും ഫിലിം മേക്കേഴ്സ് എന്തിനാണ് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നത്? ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നത്. പല രീതിയിലല്ലേ ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഒരു ഡോക്ടറിന് ക്രിയേറ്റിവിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അയാൾ സ്മാർട്ടായിട്ട് അയാളുടെ ഒരു സർജറി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സർജന്മാരായിരിക്കും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സർജന്മാരായിട്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും അങ്ങനല്ലേ. ഇപ്പോൾ ഡോക്ടറിൻ്റെ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കേസാണ്. അല്ല പോലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾ, അയാളും ക്രിയേറ്റീവായേ പറ്റത്തുള്ളൂ. ഏറ്റവും നല്ലൊരു ഒരു പെപ്സിയുടെ ക്യാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ക്യാൻ കയ്യിൽ കറക്റ്റായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുക, അതിൽ നിന്ന് കുടിക്കുമ്പോൾ താഴെ പോകാതിരിക്കുക, ഇതൊക്കെ ഒരാൾ ഒരു മാസ്റ്റർ മൈൻഡ് ഇരുന്നത് ആലോചിച്ച് അയാളുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിന് ശേഷമാണ് നമുക്കത് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ക്രിയേറ്റിവിറ്റി ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നത്. അത് എന്ത് തരത്തിലുള്ള ഇമോഷനാവും? അയ്യോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതല്ല ക്രിയേറ്റിവിറ്റി.
ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ശ്രേയസ് അത് കാണുമ്പോൾ ശ്രേയസിന് അതിൽ നിന്നൊരു ഇമോഷനാണ് കിട്ടേണ്ടത്. ഒരിക്കലും ഈ ചേട്ടൻ ഭയങ്കര ക്രിയേറ്റീവ് ആണല്ലോ എന്ന് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ട ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യുന്നത്. അത് ചിരിയാവാം, വിഷമോ ആവാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ വയലൻസ് ആവാം, എന്തും ആവാം. എന്ത് തരത്തിലുള്ള ഒരു ഇമോഷനും ഇവോക്ക് ചെയ്യാനായിട്ട് ക്രിയേറ്റിവിറ്റിക്ക്, ഫിലിം മേക്കറിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് എയിലേക്ക് വരുമ്പോൾ പരിമിതമാകുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ മാക്സിമം നമുക്ക് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് പ്രശ്നമാണ്, മാറിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി ലാൻഡ് ചെയ്യുന്നൊരു ഇമോഷൻ ആൾക്കാർ തന്നെ നേരിട്ട് എത്ര സിന്തറ്റിക്കായിട്ട് നമ്മൾ ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. AI ക്യാരക്ടറിനെ മാത്രം വെച്ച് നമ്മൾ എത്ര പെർഫോം ചെയ്യിപ്പിച്ചാലും ആൾക്കാർക്ക് എപ്പോഴും കാണുന്ന ക്യാരക്ടറിൽ എന്തെങ്കിലും ഫ്രഷായിട്ട് കിട്ടിയില്ല എങ്കിൽ ആൾക്കാർ ഒരിക്കലും അയാളുമായിട്ട് കണക്ട് ചെയ്യില്ല. നമുക്ക് കണ്ട ഒരു കരച്ചിലിനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്ന നമുക്ക് കരച്ചിൽ വരില്ല. ഇന്ന് ശ്രേയസ് കരയുന്നത് പോലെ നാളെ മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം ശ്രേയസ് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെല്ലാവരും ഇവനെന്തിനാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കത്തുള്ളൂ. അപ്പം ഓരോ ദിവസം എന്നല്ല ഓരോ ക്യാരക്ടറിനെ കാണുമ്പോൾ അല്ലെ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരതിനെ അംഗീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് കൊണ്ട് ഒരാളൊരു ഇമോഷൻ ഇവോക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ പോലെ എഐക്കകത്ത് നമുക്ക് ഇമോഷൻ കൊണ്ടുവരേണ്ടത് അതാ ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റാണ്. ഇപ്പം നമ്മുടെ ഒരു പരസ്യത്തിൽ ഈ പറഞ്ഞ പോലെ 2 ആസ്ട്രോനോട്ടുകൾ മൂണിൽ കുടുങ്ങിപ്പോയ ഒരു പരസ്യം ചെയ്തു. അതിനകത്ത് ആസ്ട്രോനോട്ടുകൾ ജാക്കറ്റ് ഇട്ട് നിൽക്കുകയാണ്. അവരെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇമോഷൻ വിഷമമൊന്നും മുഖത്ത് കാണിക്കാനായിട്ട് അവരവിടെ പെട്ടിട്ട് നീ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു ഹ്യൂമറസ് സിറ്റുവേഷനാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും അവർ മറ്റേ വിഷമമാണ് അവരുടെ അവതരണം. അപ്പം നമ്മളത് ഡയലോഗിലാണ് അത് ഇമോട്ട് ചെയ്തത്. ഡയലോഗ് മാത്രം വെച്ചാൽ അത് ഇമോട്ട് ചെയ്തത്. തനി നാടൻ മലയാളം ഡയലോഗ്സ്. ഡയലോഗ് വെച്ചിട്ട് നമ്മളത് ഇമോട്ട് ചെയ്തു. കേരളത്തിലെ 2 പേര് എവിടെയെങ്കിലും പെട്ടുപോയായിരുന്നു സംസാരിക്കുന്നത് പോലെ നമ്മളതിനെ ഇമോട്ട് ചെയ്തു. അത് ആൾക്കാർക്ക് വർക്കായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതുണ്ടാക്കുന്നവർക്ക് ആക്ച്വലി അതിനെപ്പറ്റി ഇന്ന ഇമോഷൻ ഇവിടെ കിട്ടണമെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന ധാരണയുണ്ടെങ്കിൽ അതിന് ടൂൾ അടിസ്ഥാനത്തിലല്ല. അതും എഗെയിൻ നമ്മൾ കഥ പറയുന്നത് എന്താണ്, കഥ പറയുന്നത് അപ്പുറം നിൽക്കുന്ന ആൾക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ കൊള്ളാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, കൊള്ളാൻ വേണ്ടി എയിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ചെയ്തേക്കണം. ഇപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മളെന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. AI കൊണ്ട് ഷോ ഓഫ് കാണിക്കുക എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇമോഷൻ പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ആ ക്രാഫ്റ്റ്സ്മാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ തലച്ചോറ് പോലിരിക്കും. അതൊരു ഇപ്പോൾ ചേട്ടൻ്റെ ചെയ്തിട്ടുള്ള ആഡ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൈഡ് വയറിൻ്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു, ഒരു ടൈഗർ ലെപ്പേർഡ്സ് ഓഫീസിൽ. യെസ്, ലെപ്പേർഡ്സ് ഓഫീസിൽ. അപ്പോൾ അത് മോഷൻ ക്യാപ്ചർ ആയിരുന്നു. അത് ആക്ച്വലി നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ CGI മെത്തേഡ് തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസിക്കലി ഒരു ഡമ്മി ആയിട്ടൊരു പുലീനെ ഒരാളെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു ആ സീക്വൻസസ് എല്ലാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്ത സീക്വൻസിനെ N നമ്പർ ഓഫ് സ്റ്റിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എല്ലാ 1 സെക്കൻഡിൽ 2-3 ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഇമേജസിലെല്ലാം ഉള്ള ഈ ഡമ്മി ക്യാരക്ടറിനെ നമ്മൾ ലെപ്പേർഡായിട്ട് AI ഇമേജിനെ നേരെ കൺവേർട്ട് ചെയ്യുന്നു. ആ ഇമേജിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഇമേജിനെ ആനിമേറ്റ് ചെയ്ത് ആ ലെപ്പേർഡിനെ മാത്രം അവിടെ നിന്ന് എടുത്ത് തിരിച്ച് കട്ട് ചെയ്ത് നമ്മുടെ ഒറിജിനൽ വീഡിയോയിൽ കൊണ്ടുവച്ചു. അതിൻ്റെ കുറേ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെയാണ്, ഇതാണ് ഇതിൻ്റെ ഒരു ലാർജർ പ്രോസസ്സ്, എൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെയാണ് അത് ചെയ്തു തീർത്തത്. ഇപ്പോൾ ഒരു ആഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് AI ചെയ്യണോ അതോ ലൈവ് ആക്ഷൻ പോണോ? നിങ്ങൾ ക്ലയൻ്റ് ആണോ അതോ? പൊതുവെ ക്ലയൻറ്റ് പറയും, പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇത് കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇത് ഷൂട്ട് ചെയ്താൽ നല്ലതാണോ, അല്ല ഇത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് AI ചെയ്യുന്നതാണോ ഇതെന്നുള്ളത് നമുക്ക് തോന്നും. പിന്നെ ബഡ്ജറ്റും അത് ഡിപ്പെൻഡിങ് ഓൺ, പലപ്പോഴും ഒരു ബ്രാൻഡ് ഒരു പരിപാടി ചെയ്യാനായിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായ
ഒരു സ്ട്രാറ്റജിയും ഒരു ഒരു ആൾക്കാരുടെ ഇടയിൽ ഇത് ചെന്നാൽ ഇത് എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതിനൊക്കെ അവരുടെ മനസ്സിലൊരു നമ്പേഴ്സും അല്ലെ അതിനൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടാവും. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ബ്രാൻഡ്സ് എപ്പോഴും നമ്മുടെ അടുത്ത് ഒരു പരിപാടിയുമായിട്ട് വരുന്നത്. സിനിമ ചെയ്യുന്നത് പോലെ അല്ല പരസ്യത്തിലെ കേസ്. സിനിമയിൽ നമ്മൾ കുറേ കൂടെ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തുക, ഡയറക്ടറിൻ്റെ വിഷൻ, അതിലൊക്കെ തന്നെയാണ് കൂടുതലും നമ്മൾ ഇത് ചെയ്യുന്നത്. പരസ്യത്തിൽ അങ്ങനെയല്ല. പരസ്യത്തിൽ ഇത് കണ്ടാൽ ആൾക്കാർ ആ സാധനം മേടിക്കണം, അതാണല്ലോ ലക്ഷ്യം. അതിനുവേണ്ടി വേറെ കുറേ തോട്ട് പ്രോസസ്സുണ്ട്, കുറേ സ്ട്രാറ്റജികളുണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഒരു പരസ്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു എന്താ പറയുക, ആഫ്റ്റർ മാത്തായിട്ട് വരുന്നതാണ് സത്യം പറഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ ഈ പരസ്യം ചെയ്യണം എന്നുള്ളത്. ഷൂട്ട് ചെയ്യണമായിരിക്കും, ചിലപ്പോൾ ആനിമേഷൻ ആയിരിക്കും, ചിലപ്പോൾ 3D ആയിരിക്കും, ചിലപ്പം മോഷൻ ഗ്രാഫിക്സ് ആയിരിക്കും, ചിലപ്പോൾ AI ആയിരിക്കും, ചിലപ്പോൾ ലൈവ് ആക്ഷൻ ആയിരിക്കും. അപ്പം അത് ഡിപ്പെൻഡിങ് ഓൺ എവിടെയാണ് ഇപ്പോൾ ആ ബ്രാൻഡിന് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളത് പോലെ ഇരിക്കും. പിന്നെ ചില കേസിൽ ഇങ്ങനെ ബ്രാൻഡ് വിളിച്ചിട്ട് നമുക്ക് ഇത് AI ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും പറ്റില്ല, ഇത് AI ചെയ്താൽ ശരിയാവുന്ന കേസല്ല, അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറയും. ചിലതവർ വിളിച്ചിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത്രയും ഹെവിലി പോകേണ്ട ആവശ്യമുണ്ടോ, ഇത് ഈ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ AI ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലതങ്ങനെ നടക്കാറുണ്ട്, ചിലതങ്ങനെ നടക്കാറില്ല. ഇപ്പോൾ ഒരു സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ്റെ ഒരു കണ്ടന്റ് ഐഡന്റിറ്റി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? അത് ഒരു AI ജനറേറ്റ് ചെയ്യുമ്പോൾ പല പ്രോംപ്റ്റ്സിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ പല വേരിയഡ് ഔട്ട്പുട്ട്സ് ആയിരിക്കും തരുന്നത്. അപ്പോൾ പല അഡ്വർടൈസ്മെന്റ്സിനും ആ ഒരു ക്രിയേറ്റീവ് ഐഡന്റിറ്റി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ക്രിയേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പം ലുക്ക് ആൻഡ് ഫീലിലാണോ ഉദ്ദേശിക്കുന്നത്, അതോ അതിൻ്റെ കോണ്ടന്റിലാണോ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത്? ഒരു ഏജൻസി ആകുമ്പോൾ ലൈക്ക് ആ ഏജൻസിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടുള്ള മോസ്റ്റ്ലി AI വീഡിയോസ് അത് വളരെ ഈ പറഞ്ഞ പോലെ ദിനോമുക്കും പിന്നെ ഈ ആസ്ട്രോണട്സും പോകുന്നു. അപ്പോൾ വളരെ വിയേർഡ് കോൺസെപ്റ്റ്സ് ആണ്, ആൾക്കാർ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതാണോ ഇനി ആ ഒരു ക്രിയേറ്റീവ് ഐഡന്റിറ്റി? ഞങ്ങൾ കോൺസെപ്റ്റ് ഫസ്റ്റ് ആണ് സത്യം പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്തു തുടങ്ങുന്ന കാലം തൊട്ടേ ബഡ്ജറ്റ് ക്രൈസിസിൽ പടം പിടിച്ചിട്ടുള്ളവരാണ്. ഇന്നും ബഡ്ജറ്റൊന്നും ഭയങ്കര ഭീകരമായ ബഡ്ജറ്റിലല്ല നമ്മളൊരു പരിപാടിയും ചെയ്യും. അപ്പം ആ ബഡ്ജറ്റ് ക്രൈസിസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിഷ്വലി ഒരു സാധനത്തെ എലവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ വിഷ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനകത്തൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര ഈസിലി കയ്യിൽ ക്യാമറയായിട്ട് ഇറങ്ങി വിഷ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനും പറ്റും. പക്ഷേ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒരു ലാർജ് സ്കെയിലിലേക്കൊക്കെ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ഫിലിമിനെ എലവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ കോൺസെപ്റ്റും അല്ലെങ്കിൽ നമ്മുടെ അവതരണ ശൈലിയും കൊണ്ടാണ് നമുക്ക് ഇതിനെ എലവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളെല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ ഒരു ക്വർക്കി സോണിൽ നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള പറഞ്ഞ പോലെ പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ട ഇത് വേറൊരു പരിപാടിയാണല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സോണിൽ തന്നെ നിർത്താനാണ് നോക്കിയിട്ടുള്ളത്. എപ്പോഴൊന്നും അത് വർക്കൗട്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് നല്ല ഫിലിംസ് സംഭവിച്ചു, അതൊക്കെ കുറച്ച് വേറൊരു പരിപാടിയിൽ വന്ന് നിന്നു. പക്ഷെ എപ്പോഴും അതങ്ങനെ നിർബന്ധമായിട്ട് സംഭവിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ കോൺസെപ്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐഡിയയുടെ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ അറിയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ക്യൂർക്കി ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നൊരു വേർഡാണ് മറ്റേ യമ്മി വാലിയുടെ ബേബീസ് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത പരസ്യമാണ്. അതിലിപ്പോൾ ഞാൻ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ട്രയൽ ആൻഡ് എറർ മെത്തഡിലൂടെയാണ് ഒത്തിരി പോയിരിക്കുന്നത്. അത് ആ ബേബീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണോ? അത് ഉറപ്പായിട്ടാണ്. അന്ന് വരെ നമ്മളങ്ങനെ ബേബീസിനെ ഹാൻഡിൽ ചെയ്ത് അസിസ്റ്റ് ചെയ്ത് പോലും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഈ ബേബീസ് ഷൂട്ടിനൊക്കെ മുന്നേ ബേബീസ് ഉള്ള വീട്ടിലൊക്കെ പോയിട്ട് ഇരിക്കുമായിരുന്നു 4-5 മണിക്കൂർ. ആ ബേബീസുമായിട്ട് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇവർ കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പോയിട്ട് നമ്മൾ ആ മെയിൻ ക്രൂ ഒക്കെ പോയിരിക്കുമായിരുന്നു. പക്ഷെ അതൊരു പൊട്ടത്തരമായി പോയി. പറഞ്ഞ പോലെ അങ്ങനെ പോയി ഇരുന്നുകൊണ്ട് കാര്യമില്ല. സെറ്റ് വരുമ്പോൾ 10-40 പേര് കാണും. നമ്മൾ ഈ 4-5 പേരെ മാത്രമല്ല കുട്ടികൾ കാണുന്നത്.
അപ്പോൾ അതിനകത്ത് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളത് മാനേജ് ചെയ്തു. കുട്ടികളെ വെച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റി. കുട്ടികളുടെ പേരൻസ് ഭയങ്കരമായിട്ട് സഹകരിച്ചു അതിനകത്ത്. അതുകൊണ്ടതങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റി. പിന്നെ അതിനകത്ത് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോലെ CGI ഒന്നുള്ള ബഡ്ജറ്റ് ഇല്ല ആ പടത്തിന്. നമുക്ക് പക്ഷേ പടം അങ്ങനെ വിടാനും പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ത്രൂ തരുമെന്ന് ഭയങ്കര ഗട്ട് ഫീലിംഗ് ഉള്ളൊരു പടമായിരുന്നു. അപ്പം അതിന് ലിപ് മൂവ്മെൻറ്റ് ആനിമേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആനിമേഷനൊക്കെ ചെയ്യണമെങ്കിൽ പുറത്തൊക്കെയുള്ള സ്റ്റുഡിയോകളിലൊക്കെ കൊടുക്കണം എന്നുള്ളൊരു സാധനത്തിലാണ് നിന്നത്. അന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എന്ന് ആയി വരുന്നേ ഉള്ളൂ. മിഡ് ജേണിയുടെയൊക്കെ വളരെ ബേസിക് റിസൾട്ടുകൾ മാത്രം കിട്ടുന്ന ഒരു സമയമായിരുന്നു എനിക്ക്. 2022 അവസാനമൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിളിൻ്റെ ഒരു ലിപ്സിങ്ക് മോഡലുണ്ട് അവർക്ക് അതിനകത്ത്. നമ്മുടെ ടാബിലൊക്കെ നമുക്കിപ്പോൾ കുട്ടികളെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ലിപ്സിങ്ക് ചെയ്യും. എന്ത് ഇമേജ് കൊടുത്താലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചുമ്മാ ലിപ്പ് അതിനനുസരിച്ച് സിങ്ക് ചെയ്ത് തരുന്നൊരു പരിപാടി ഉണ്ട്. അതിനകത്ത് അങ്ങനെ സിങ്ക് ചെയ്യിപ്പിച്ചിട്ട് മാനുവലി നമുക്കിങ്ങനെ വരയ്ക്കാം. അതിനകത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അനക്കിക്കാം. അങ്ങനെ അനക്കിച്ചിട്ട് അത് നമ്മൾ വെട്ടിയെടുത്ത് ഒറിജിനൽ വിഷ്വലി വെച്ച് ട്രാക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിന്. പക്ഷെ എന്നാൽ പോലും അത് ടോട്ടാലിറ്റിയിൽ ഈ കുട്ടികളുടെ ഒരു ഇമോഷനിൽ ആ സാധനം സെല്ലായി പോവുക ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തതാണ്. പക്ഷെ നമുക്കതിന് ഭയങ്കര നല്ലൊരു ഒരു ഗുഡ് വില്ല് തന്നൊരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ല ഫണിയാണ്, അസമയം ക്യൂട്ടുമാണ് പിള്ളേർക്ക് സംസാരിക്കാൻ. ഇപ്പോൾ ഇനി സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും? ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യമുണ്ടല്ലോ ഉറപ്പായിട്ടും. എങ്കിലും നമ്മൾ ലോങ് ഫോർമാറ്റിലേക്ക് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോങ് ഫോർമാറ്റിൽ നമ്മൾ എന്താണ് ഒരു സിനിമയുടെ പോസിബിലിറ്റി എന്നുള്ളത് നമ്മൾ കുറച്ച് കാലമായിട്ട് R&D ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് പുറത്തുള്ള പ്രൊഡക്ഷൻ ഹൗസസൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊരു വെരി സൂൺ നമ്മളൊരു ഒരു 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 ചെറിയ അതിൻ്റെ ഒരു സ്നിപ്പറ്റ് ഒരു പരിപാടി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു കോണ്ടന്റ് പ്ലാറ്റ്ഫോം പോലെ കോണ്ടന്റുകൾ കണ്ടിന്യൂസ്ലി ചെയ്യാനുള്ളൊരു മ്യൂസിക് വീഡിയോസും ചെറിയ ഡിജിറ്റൽ കോണ്ടൻ്റൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഒരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മൾ ഏപ്രിൽ മെയ്യിൽ കുറച്ച് സംഭവങ്ങൾ ഔട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഒരു ലാർജർ വോളിയം കോണ്ടന്റ് സൊല്യൂഷൻ എന്താണ്, വെച്ച് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ UGC കോണ്ടന്റ് പോലത്തെ മാർക്കറ്റിംഗ് കോണ്ടന്റുകളിൽ നമുക്ക് എങ്ങനെ ലാർജ് വോളിയം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബ്രാൻഡിന് 1000-1500 പ്രോഡക്ട്സ് ഉണ്ട്. ഈ 1000-1500 പ്രോഡക്ട്സിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതിന് പകരം വെച്ച് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കോണ്ടന്റ് ഓട്ടോമേഷനോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനോ ഉള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക്കൽ POV നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ വർഷം ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും എന്താ പറയുക പ്രോട്ടോടൈപ്പുകൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് all of your dreams has come true. Thank you. And ഇപ്പോൾ ഇത്രയും നേരം എനിക്ക് വേണ്ടി ചിലവാക്കിയതിനും ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ സമ്മതിച്ചു. താങ്ക്സ്. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. യെസ്, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പ്രൊജക്റ്റും പരിപാടികളും എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. അടിപൊളിയാവട്ടെ. ശരി, താങ്ക് യു. താങ്ക് യു.